ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ത്രിത്വത്തിൻ്റെ ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. ഇന്ന ദിവസം നമ്മൾ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ത്രിത്വത്തെ പറ്റിയിട്ട് ആഴമായിട്ട് ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സത്തയെ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനായിട്ടോ നമുക്ക് സാധിക്കില്ല. എന്നാൽ നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവവുമായിട്ട് അടുക്കാനും ദൈവവുമായിട്ട് ആഴത്തിലൊരു ബന്ധത്തിലെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ഈ വ്യക്തികളിലേക്ക് ഒരു വ്യക്തിബന്ധം നമുക്ക് ഓരോരുത്തർക്കും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവിഭാജ്യമായ ഘടകം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യേശുനാഥൻ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈശോ നമ്മളോടൊപ്പം ഉണ്ട്. ആ ദൈവം നമ്മുടെ എപ്പോഴും ഒരു സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകും എന്ന് തീർച്ചയാണ്. ഇത് എപ്രകാരമാണ് സാധിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലൂടെയാണ്. ഓരോ വ്യക്തിയും അവന് ലഭിച്ചിരിക്കുന്ന ചില ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനകൾ ആരംഭിക്കുകയും ഈ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. കാരണം ദൈവം ആ ഒരു ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെയും ചേർത്ത് വയ്ക്കും. നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമ്പോൾ. ഇനി ഈ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടുന്നത്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില ഒഴിവ് സമയങ്ങൾ നമ്മൾ ചെറിയ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കുന്ന അവസരങ്ങൾ, അത് വചനങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കുകയും വചനങ്ങളെപ്പറ്റി ആഴമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങൾ, അതും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ കൗദാശിക ജീവിതം, നമുക്ക് സഭ നൽകിയിരിക്കുന്ന ഓരോരോ കൂദാശകൾ, ആ കൂദാശകളുടെ ഭാഗഭാക്കുകളാകുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ട് വരികയാണ്. എന്നാൽ അത് ആ ഒരു തലത്തിൽ മാത്രം നിന്നാൽ പോരാ. അതിൽ നിന്ന് നമ്മൾ ആ ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് എത്തിച്ചേരണം. ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് ഈ പല വിശുദ്ധരും നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ. ഈ അമ്മ ത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ്, ഇങ്ങനെയുള്ള വിശുദ്ധരൊക്കെ പറയുന്നത് ഈ ദൈവവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ ഞായറാഴ്ച ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയും അതോടൊപ്പം നമുക്ക് എവിടെയാണ് ഈ ദൈവവുമായിട്ടുള്ള സ്പേസ് കണ്ടെത്താനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. ഒത്തിരിയേറെ സമയങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് പാഴാക്കി കളയാറുണ്ട്. ആ അവസരങ്ങളിൽ ചെറിയ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ അടുത്ത് നിർത്താനും ഈശോയുള്ള പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആരംഭിക്കാനുമൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഈ ത്രിത്വം, ഈ ദൈവത്തിൻ്റെ സത്വം, അതൊക്കെ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും അനുഭവിക്കുന്നതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. പൂർണ്ണമായിട്ടും അല്ല പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചോ അല്ലെങ്കിൽ വായിച്ച് അറിഞ്ഞും ഒത്തിരിയേറെ അറിവ് സമ്പാദിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നതിനേക്കാളും ഒക്കെ ഉപരി ആ ത്രിയേക ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ആ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് ആ ഒരു സന്തോഷം, അവർ നൽകുന്നൊരു ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള കുറച്ച് ബോധ്യത്തിലേക്ക് നമുക്ക് ആരംഭിക്കാം. അതോടൊപ്പം ഈശോയുള്ള സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട്, ആ ദൈവസ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നമ്മളോടൊപ്പമുണ്ട്. യുഗാന്ത്യം വരെ ആ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഈശോ നൽകിയിട്ടാണ് ഈശോ സ്വർഗ്ഗാരോപണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരാഴമായ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.